73-കാരനായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുകയാണ്. ചർച്ചകൾ നടക്കാൻ കാരണം ഒരു വീഡിയോ ആണ്. നീരുവെച്ച് വീർത്ത കൈയും ഞരമ്പുകളുമായി അവശനായ നിലയിലാണ് റഷ്യൻ പ്രസിഡന്റ് ഉള്ളത് എന്നാണ് വീഡിയോയിൽ പറയുന്നത്. വലതു കൈയിൽ ചുളിവുകളും വീർത്ത ഞരമ്പുകളുമുള്ള പുടിന്റെ വീഡിയോയെക്കുറിച്ച് ന്യൂസ് വീക്ക് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പിന്നാലെ പുടിന് എന്തെങ്കിലും അസുഖം ബാധിച്ചിരിക്കുകയാണോ എന്നായി ചർച്ച. റഷ്യൻ ഹെൽത്തി ഫാദർലാൻഡ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന 22-കാരിയായ യെക്കാറ്ററീന ലെഷൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് റഷ്യൻ പ്രസിഡന്റിന്റെ അസ്വാഭാവികമായ നിൽപ്പ് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നത്. ഇരു കൈത്തണ്ടകളും ചുരുട്ടിപ്പിടിച്ചായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ നിൽപ്പെന്നും അത് സാധാരണമായുള്ളതല്ല എന്നും ഇവിടെ പുടിൻ അസ്വസ്ഥനായി കാണപ്പെട്ടു എന്നുമൊക്കെയാണ് വാർത്ത വന്നിരിക്കുന്നത്. യുക്രൈനിയൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻ ഉപദേഷ്ടാവായ ആന്റൺ ഗെരാശ്ചെങ്കോ എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് പുടിന്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നത്. ഈ വീഡിയോയിൽ പുടിന്റെ കൈകളിൽ എന്താണുള്ളത് എന്ന അടിക്കുറിപ്പോടെ ഗെരാശ്ചെങ്കോ ചോദിച്ചു. വർഷങ്ങളായി പാർക്കിൻസൺസ് രോഗം മുതൽ ക്യാൻസർ വരെയുള്ള ആളാണ് പുടിൻ എന്ന തരത്തിൽ ചർച്ചകളും അതിനുശേഷം വന്നു. ഇപ്പോൾ പുടിന്റെ കൈകളിൽ തെളിഞ്ഞ ഈ അസ്വാഭാവികത മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണോ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യങ്ങൾ. ദിവസങ്ങൾക്ക് മുമ്പ് വലതുകൈയിൽ വലിയ കറുത്ത പാട് കണ്ടെത്തിയതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചും ഇതുപോലുള്ള ഊഹാപോഹങ്ങൾ നടന്നിരുന്നു. പല കൂടിക്കാഴ്ചകളിലും ട്രംപ് ആ പാട് മേക്കപ്പ് ഇട്ട് മറച്ചു വെക്കുകയോ ഇടത് കൈകൊണ്ട് മറച്ചു പിടിക്കുകയോ ചെയ്തതായി കാണപ്പെട്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം വന്ന പുടിന്റെ വീഡിയോയിലും ചർച്ചകൾ സജീവമാണ്. മാസങ്ങൾക്ക് മുമ്പ് അവയവം മാറ്റിവെക്കൽ, ബയോടെക്നോളജി എന്നിവയിലൂടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തിയിരുന്നു എന്ന ലീക്ഡ് റിപ്പോർട്ടുണ്ടായിരുന്നു. മനുഷ്യാവയവങ്ങൾ തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയും. നിങ്ങൾ എത്രത്തോളം ജീവിക്കുന്നുവോ അത്രയും പ്രായം നിങ്ങൾക്ക് കൂടും. മുമ്പ് ആളുകൾ അപൂർവമായി 70 വയസ്സ് വരെ ജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 70 വയസ്സായിട്ടും നിങ്ങൾ ഒരു കുട്ടി തന്നെയാണ് എന്ന് പുടിൻ സെപ്റ്റംബറിൽ ബീജിംഗിൽ നടന്ന യോഗത്തിൽ ഷീയോട് പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. ഇതാദ്യമായല്ല പുടിന്റെ കൈയുടെ അസ്വാഭാവികതയെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ചർച്ച നടക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു സൈനിക സന്ദർശനത്തിനിടെ പുടിന്റെ വലതുകൈയിൽ നിഗൂഢമായ കറുത്ത പാടുകൾ കണ്ടത് ആശങ്കകൾക്ക് കാരണമായിരുന്നു. എന്നാൽ അന്ന് പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും ക്രെംലിനിലെ പുടിന്റെ ഓഫീസ് തള്ളിക്കളഞ്ഞിരുന്നു. അത്തരം റിപ്പോർട്ടുകൾ വ്യാജമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വ്യാപകമായ ഊഹാപോഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും പുടിന് എന്തെങ്കിലും രോഗമുണ്ടെന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പുടിന്റെ ആരോഗ്യം അന്താരാഷ്ട്ര താൽപര്യത്തിന്റെയും ആശങ്കയുടെയും വിഷയമായി തുടരുന്നതിനാൽ പുടിന്റെ കൈകളിൽ ദൃശ്യമായ മാറ്റങ്ങൾ ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നത് തുടരുമെന്ന് തന്നെയാണ് നിരീക്ഷകരുടെ അഭിപ്രായം.